Xiaomi.com ഒരു പവർ ബാങ്ക് ആണ്. 20,800 mAh പവറുള്ള ഒരു പവർ ബാങ്ക് ആണ് ഇത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇതെന്താണ് ഇപ്പോഴത്തെ ഓണത്തിനനുസരിച്ച് 600 രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. ഇതെന്താണെന്ന് കാണുന്നുള്ള ആഗ്രഹത്തിലാണ്. ഇത് നിങ്ങൾക്ക് ഞാനൊന്ന് അഴിച്ച് നോക്കിയതാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇത് വർക്ക് ചെയ്യുന്നൊരു ഇതാണ്. നിങ്ങൾക്ക് നോക്കാം ഇതെന്താണ് ഇത്ര വില കുറഞ്ഞ് വരുന്നത്. മറ്റ് ബ്രാൻഡഡ് കമ്പനികൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്താണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് 8 ബാറ്ററി കാണാം. ഇതാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചുകൊണ്ടുള്ള ഇൻഡിക്കേഷൻ. 2 ബാറ്ററി. ഈ ബാറ്ററിയിലെ ഡൗട്ട് തോന്നിയത് ഇപ്പോൾ 8 ബാറ്ററി ആകെ 2 വയർ മാത്രമേ ഇങ്ങോട്ട് പോകുന്നുള്ളൂ, ബാക്കി ഒന്നുമില്ല. അപ്പോഴാണ് ഞാൻ ഇത് റിമൂവ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കണക്റ്റില്ല. ഈ ബാറ്ററികളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇത് ഞാൻ മുമ്പേ പൊട്ടിച്ചു നോക്കിയ ബാറ്ററിയാണ്. ഇത് നോക്കാം, ഇതില്ല. അപ്പോൾ ഇതെന്താണ് ബാറ്ററി? എന്തായാലും ഒരു കമ്പനി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫാൾട്ട് ഒരിക്കലും വരില്ല. ഒരു സ്റ്റാൻഡേർഡ് കമ്പനി അല്ല എങ്കിൽ പോലും ഇത് ഇത്ര റേറ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് കമ്പനി പോലെ ഇറക്കുന്നുണ്ട്. നമുക്ക് സാംസങ്ങിന്റെ അല്ലെങ്കിൽ ERT അങ്ങനത്തെ സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ഒന്നും ഒരു പ്രൊഡക്റ്റുകൾ ഇല്ലാത്ത രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെന്താണെന്ന് ഞാൻ അറിയാൻ വേണ്ടിയാണ് ഈ സ്ലീവ് പൊളിച്ചു നോക്കിയത്. അപ്പൊ ഇതൊരു പ്ലാസ്റ്റിക് പീസാണ്. നമുക്കിതിലെ ഊരിയെടുക്കാം. ഒരു മെറ്റൽ പീസാണ്. എനിക്ക് ആദ്യമേ ഒരു ചെറിയ പേടിയാണ്, ടച്ച് ചെയ്യുമ്പോൾ ഷോർട്ടായി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒന്നും കൂടെ ചിന്തിച്ച് ഇപ്പൊ ഞാൻ മീറ്ററിലെടുത്ത് നോക്കുകയായിരുന്നു ഫസ്റ്റ് ടൈമിൽ. ഇതിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്താണ് ഇതിൽ വോൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഇതാണ് എൻ്റെ 10 വോൾട്ടിലാണ് കൊടുക്കുന്നത്. 3.7 ബാറ്ററിയാണ്. യാതൊന്നുമില്ല. നമുക്ക് ഈ ബാറ്ററി വർക്ക് ചെയ്യുന്ന ബാറ്ററി കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഇത് റീഡിംഗ് ആണ്. ഇത് ആക്റ്റീവ് ആണ്. ഇതാണ് 4 വോൾട്ടിൻ്റെ അടുത്ത്. 3.7 ആണ്. അലോമീറ്റർ 4 വോൾട്ട് എടുത്ത് കാണിക്കും. 4 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഒറിജിനൽ ബാറ്ററി തന്നെ. ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മളെ ഫസ്റ്റ് എടുത്ത ബാറ്ററി നമുക്ക് ചെക്ക്. അപ്പോൾ ഇതെന്തായാലും ബാറ്ററി അല്ലാന്നൊരു ഉറപ്പിൽ തന്നെ ധൈര്യത്തിൽ ഞാൻ അഴിക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക് പീസ് 1 കിലോ ഒരു ബാറ്ററിയുടെ കണ്ടെയ്നർ കോണ്ടാക്റ്റിൽ ഇവിടെ ഇങ്ങനെ ഈസി ആയിട്ടില്ല. ഇതാണ് മണലാണ് ഈ ബാറ്ററിക്കുള്ള അറിയുന്നത്. മണക്ഷാമം ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ചൈനയിൽ നിന്ന് മണൽ കയറും. നമുക്ക് അടുത്ത ഒരു ബാറ്ററി ടെസ്റ്റ് ചെയ്യാം. എല്ലാം ഇത് തന്നെ ആയിരിക്കും, പഴിച്ചു നോക്കേണ്ട കേസില്ല. അതെ, ഇത് മണൽ തന്നെയാണ്. ഇപ്പൊ എല്ലാ ബാറ്ററിയും മണൽ തന്നെയാണ്. ഇതാണ് ഇപ്പൊ ഇങ്ങനത്തെ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വാങ്ങുക. ഇതാണ് നമ്മുടെ അഡ്വൈസ്. ഇത് വളരെ ഇതായിട്ട് ഇത്രയും വലിയൊരു പാക്ക് കാണുമ്പോൾ ആരാണെങ്കിലും ഈ ആകർഷമായ വിലയിൽ വീണു പോകും. പക്ഷെ ഇത്രയും നമ്മൾ വഞ്ചിക്കുകയാണ്. ക്വാളിറ്റി സാധനമാണ്. ഇതെല്ലാം തിരിച്ചറിയുക. ഓക്കെ.